നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും എല്ലാം നേതൃത്വത്തിലുണ്ടായ ദൂർത്തിന്റെ പര്യായമായി ഉണ്ടായിരിക്കുന്ന കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി സകലമാന മേഖലകളിലെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് എത്രമാത്രം കടമെടുത്താലും കടമെടുപ്പ് പരിധി വർദ്ധിപ്പിച്ചാലും ഒക്കെ തീരാത്ത ബാധ്യതയാണ് നിലവിൽ സംസ്ഥാനത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. ഇപ്പോഴിതാ അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മുദ്രപത്ര ക്ഷാമം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നു വിവരം കൂടെ പുറത്തു വന്നിരിക്കുന്നു. 100 രൂപ, 200 രൂപ, 500 രൂപ മൂല്യമുള്ള മുദ്രപത്രങ്ങളൊന്നും തന്നെ കിട്ടാനില്ല എന്നതാണ് റിപ്പോർട്ട്. 1000 രൂപയുടെ മുദ്രപത്രവും ആവശ്യത്തിന് ലഭ്യമല്ല എന്നതാണ് വിവരം. സംസ്ഥാനത്ത് ഒരു ദിവസം 200 രൂപ മൂല്യമുള്ള 4 ലക്ഷം മുദ്രപത്രങ്ങളാണ് വേണമെന്നതാണ് ഏകദേശ കണക്ക്. ആ ഒരു സ്ഥാനത്താണ് മുദ്രപത്രങ്ങൾ കിട്ടാനേ ഇല്ല എന്ന് പറയേണ്ടി വരുന്നത്. എന്തായാലും കഴിഞ്ഞ ഒരു വർഷമായി 200 രൂപയുടെ മുദ്രപത്രം കിട്ടാനേ ഇല്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. വീട്ടുവാടക, വസ്തുവിൽപ്പന മുതലുള്ള ഭൂരിഭാഗം ഉടമ്പടികൾക്കും നോട്ടറി സാക്ഷ്യപ്പെടുത്തുന്നതിനുമെല്ലാം ആവശ്യമായിട്ടുള്ള 200 രൂപയുടെ മുദ്രപത്രമാണ് ഇപ്പോൾ ലഭിക്കാതായിരിക്കുന്നത്. എന്നാൽ അവ കിട്ടാതായതോടെ ഉടമ്പടികൾ 500 രൂപയുടെ മുദ്രപത്രത്തിലും പിന്നീട് 1000 രൂപയുടെ മുദ്രപത്രത്തിലേക്കുമെല്ലാം മാറ്റേണ്ടുന്ന സാഹചര്യമാണ് ജനങ്ങൾക്ക്. എന്തായാലും 1000 രൂപയുടെ മുദ്രപത്രവും ഇപ്പോൾ ആവശ്യത്തിന് ലഭ്യമാകാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഓരോ ആവശ്യത്തിനുമായി മുദ്രപത്രം തേടി ഇറങ്ങുന്നവർ നിരാശയോടെ മടങ്ങുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ. മുദ്രപത്രം ഇല്ല എന്ന് മറുപടി പറഞ്ഞ് മടുത്തതോടെ ചിലർ അവരുടെ ഓഫീസിന് മുന്നിൽ ഇവിടെ മുദ്രപത്രം ലഭിക്കില്ല എന്നതടക്കം അറിയിച്ചുകൊണ്ടുള്ള ബോർഡടക്കം തൂക്കിയിരിക്കുന്ന അവസ്ഥ. രാജ്യത്ത് ഇ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മുദ്രപത്രം അച്ചടി നിർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണമായി സംസ്ഥാന സർക്കാർ പറയുന്നത്. പ്രതിസന്ധി പരിഹരിക്കാൻ പൂർണ്ണമായും ഇ സ്റ്റാമ്പിംഗിലേക്ക് മാറണം. ഇതിന്റെ ഭാഗമായി ഭൂരിഭാഗം വെണ്ടർമാർക്കും സർക്കാർ പരിശീലനം നൽകിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ സ്റ്റാമ്പിന് സോഫ്റ്റ്വെയർ ഇപ്പോഴും പൂർണ്ണ സജ്ജമല്ല എന്നാണ് റിപ്പോർട്ട്. എന്തായാലും ഇത്തരത്തിൽ മുദ്രപത്ര ക്ഷാമം കാരണം ഉടമ്പടികൾ തടസ്സപ്പെടുമ്പോഴും പകരം സംവിധാനം ഒരുക്കാതെ ഇരുട്ടിൽ തപ്പുകയാണ് സർക്കാർ എന്നത് പറയേണ്ടിയിരിക്കുന്നു. അതേസമയം ഉടൻ ഈ സ്റ്റാമ്പിലേക്ക് മാറി പ്രതിസന്ധി പരിഹരിക്കുമെന്നാണ് പതിവ് പോലെ ട്രഷറി നൽകുന്ന വാഗ്ദാനം. എന്തായാലും ഈ ഒരു നടപടി ഉടൻ തന്നെ തിരുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം സാധാരണക്കാരുൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിന് മാത്രമല്ല ജനങ്ങൾക്കും വലിയ രീതിയിലുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ഇത്ര വലിയ തുക കൊടുത്ത് സ്റ്റാമ്പ് വാങ്ങാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യമാണ്. ഇതിനൊരു പരിഹാരം ഉടനടി തന്നെ കിട്ടേണ്ടിയിരിക്കുന്നു.